ഒരു വാക്യം ദയവായി വായിക്കുക. 109 സങ്കീർത്തനം 27-28 വാക്യങ്ങൾ മനപ്പാഠം അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് വായിച്ചാട്ടെ. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടത് തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണം. മതി. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയണം. ആരാണ് അവര്? ശപിക്കുന്ന ആളുകൾ. ഈ പകൽക്കാലം അല്പനിമിഷം കൊണ്ട് ഞാൻ ചിന്തിപ്പാൻ മനസ്സിലാക്കുന്ന ചിന്ത, ശപിക്കുന്ന, അലയ്ക്കുന്ന, അന്ത്യം കാണുവാൻ ആഗ്രഹിക്കുന്ന, പരാജയം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകം. എന്നാൽ അന്ത്യത്തെ ആരംഭമാക്കി തീർത്ത്, ശാപത്തെ അനുഗ്രഹമാക്കി തീർത്ത്, നാശത്തെ ഉയർച്ചയാക്കി മാറ്റുന്ന ഒരു ദൈവം. അതവരറിയണം. ഹല്ലേലൂയ. ലോകം അറിയണം. എന്നെ ദൈവദാസനായ ദാവീദ് പാടി 86-17 വാക്യം എടുക്കണ്ട. എന്നെ പായിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ട നന്മയ്ക്കായി ഒരടയാളം ഈ പകൽക്കാലത്തിൻ്റെ ആരാ സമാപനം വരെ വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ഈ വാക്ക് പ്രാർത്ഥിക്കും? ദൈവമേ, ഇതവരൊന്ന് അറിയണം, ലോകം അറിയണം. എന്നെ അന്ത്യം കാണുവാനായി പിശാച് അറിയണം, ദൂഷണത്തെ അറിയണം. എനിക്ക് രോഗം വരുത്തി, ആകുലം വരുത്തി, നിരാശ വരുത്തി, എനിക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുമ്പോൾ യഹോവേ, എന്നെ പാലിക്കുന്ന ലജ്ജിക്കാൻ നന്മയ്ക്കായി ഒരടയാളം ചെയ്യണമേ. മരണത്തെ ജയിച്ചവരുണ്ടോ? മനനേശു ഒരുവൻ മാത്രമേ. മന്നുലകിൽ വന്ന പ്രിയനാഥനെ മാനവരെ വന്നു പാടുവിൽ. മരണത്തെ ജയിച്ചവരുണ്ടോ? മന്നനേശു ഒരുവൻ മാത്രമേ. മണ്ണുലകിൽ വന്ന ദേവനെ മാനവരെ വന്നു പാടുവിൽ. ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരണത്തെ ജയിച്ച നാഥനെ, ഉയർപ്പ് ജീവൻ തന്ന ദേവനെ, പാപശാപം തീർത്ത ദേവനെ, പരലോക ഭാഗ്യം തന്നല്ലോ. മരണത്തെ ജയിച്ച ദേവനെ, ഉയർപ്പ് ജീവൻ തന്ന ദേവനെ, പാപശാപം തീർത്ത നാഥനെ, പരലോക ഭാഗ്യം തന്നല്ലോ. ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടുവാൻ താല്പര്യമുണ്ട്. പക്ഷേ ഈ പരലോക ഭാഗ്യം പ്രാപിച്ചോണ്ട് ഇരിപ്പ് കണ്ടപ്പോൾ ഞാനും അന്തം വിട്ടുപോയി കേട്ടോ. പാപശാപം തീർത്ത ദേവനെ പരലോക ഭാഗ്യം തന്നല്ലെന്ന് പാടിയപ്പോൾ ചില ഇരിപ്പും ആ കണ്ണും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം തീരുന്ന ഇഷ്ടമാണ്. ശരിക്കാൻ പറഞ്ഞല്ല, ഉള്ള പറഞ്ഞ നമ്മുടെ ഏട്ടിലെ പശുവാണല്ലോ. മരണത്തെ ജയിച്ചെന്ന് പാടുമ്പോൾ അതിൻ്റെ മരണശക്തി നമുക്ക് വേണ്ടേ? നമ്മൾ പെന്തക്കോസുകാരല്ലേ? വെള്ളിക്കോലെന്നും നെയ്യപ്പമെന്നും
ആനറാഞ്ചൻ പക്ഷി എന്നൊക്കെ പേരുണ്ട്. ചരിത്രത്തിൽ ആന റാഞ്ചിട്ടുമില്ല. ആ കോൽ അല്പം പോലും വെള്ളിയില്ല, പിച്ചള പോലും അല്ല. പിന്നെ നെയ്യപ്പം, ഈ പേര വല്ലതും ഉണ്ടോ? ഇനി നിൽക്കട്ടെ, അത്ത ചിന്തിക്കപ്പെട്ടു. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയട്ടെ. ഈ പകൽക്കാലം പറയുന്ന ഭക്തന്മാരെ, യുവാക്കളെ, പരാജയം കാണുവാനാകിയ ജീവിതങ്ങളുണ്ട്, അന്ത്യം കാണാൻ ജീവിതങ്ങളുണ്ട്. എവിടെ പോയാലും നന്മ വരികയില്ല, എന്തൊരു ഉയർച്ച വരികയില്ല, ആരംഭം സമാപ്തിക്കാൻ കഴിയത്തില്ല, എല്ലാം പരാജയപ്പെടത്തുള്ളൂ പറഞ്ഞ് വിധിക്കുന്ന ലോകത്ത് നടുവില് ആരംഭം കുറിക്കാൻ പോകുകയാണ്. ചില സ്ഥാപനങ്ങളെ മാറ്റി തീർക്കാൻ പോകുകയാണ്. ഈ പകൽക്കാലം ദൈവം പറയട്ടെ, ഈ ശാപങ്ങളെ മാറ്റാൻ പോകുകയാണ്. കുടുംബങ്ങളെ പോരാടുന്ന ശാപങ്ങൾ, തലമുറയെ പോരാടുന്ന ശാപങ്ങൾ, ബുദ്ധിയെ കെടുന്ന കെട്ടുകൾ ഇപ്പൊ അഴിഞ്ഞു പോരാൻ പോകുകയാണ്. ദൈവം ചെയ്യാൻ പോകുകയാണ്. ദൈവം ഉയരാൻ പോകുകയാണ്. ശാപം മുടിക്കാൻ എങ്കും പോകണ്ട, ഒരു പ്രവാചകനെ തേടി നടക്കണ്ട. വെളിച്ചം പ്രകാശം ഇരുട്ട് ഓടി ഒളിക്കും. നിന്റെ ഭവനത്തിൽ നീ വെളിച്ചമായി മാറണം, ജീവിതത്തിൽ നീ വെളിച്ചമായി മാറണം. മറുപടി ശാപം ഓടി ഒളി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് ഇന്നത്തെ പോലെ കത്തും ഞെക്കുമ്പോൾ കത്തുന്ന ലൈറ്റൊന്നുമില്ല. പണ്ട് പെട്രോമാക്സ് ഞാൻ ഇവിടെയാണ് പറഞ്ഞു നോക്കുന്നു. എനിക്ക് ഇവിടെയാണെന്ന് തോന്നുന്നു. ഓക്കെ, കുഞ്ഞോസാൻ്റെ ഒട്ടിച്ചു ഒന്നുകൂടെ പറഞ്ഞു പോകയാ. പണ്ടൊരു കല്യാണത്തിന് 10-12 പെട്രോമാക്സ് എടുക്കുന്നത് വാടകയ്ക്ക്. ചിലപ്പം മാലിന്യ തത്വം വീഴും. പ്യാസ് ലൈറ്റ് എന്നാണ് പണ്ടത്തെ ബസ്സന്മാർ. പ്യാസ് ലൈറ്റ് ഗ്യാസ് ലൈറ്റ് എന്നാണ് പറയുന്നത്. പ്യാസ് ലൈറ്റ് എന്ന് പറയുന്നത് കാരണം പെട്ടെന്ന് അടിച്ചടിക്കുമ്പോൾ ഈ പോവും, അങ്ങ് പോവും, കേടാകും. ചിലപ്പോൾ നിൽക്കും, ചുമ്മാ നിൽക്കും. അത് പ്യാസ് ലൈറ്റ് എന്ന് പറയുന്നത്. അത് പോട്ടെ. ഈ ലൈറ്റ് കത്തിച്ച് ഒരു കൊച്ചൻ്റെ ഇല്ല അപ്പച്ച കൊടുത്തിട മോനെ ഇരുട്ടുള്ളത്ത് കൊണ്ടുവെക്കാൻ പറഞ്ഞു. ഇരുട്ടുള്ളിടത്ത് എന്താ കൊണ്ടുവെക്കാൻ? പെട്രോമാക്സ്. ഈ കൊച്ചൻ ഈ കത്തിച്ച പെട്രോമാക്സും തല വെച്ച് നടക്കുക. എവിടെയൊക്കെ ചെന്നിടങ്ങും ഇരുട്ടില്ല. ചെല്ലുന്നിടത്തൊക്കെ ഈ വെട്ടമാണ്. അവസാനം ലൈറ്റ് കൊണ്ട് തിരിച്ചു വന്നു. അപ്പം ചോദിച്ചാൽ എന്താ കൊണ്ടുവെക്കാഞ്ഞേ? മറുപടി, അപ്പച്ച ഞാൻ ചെല്ലുന്നിടത്തൊന്നും ഇരുട്ടില്ല. എടാ കുഞ്ഞേ, മനസ്സിലായി, ശാപം മുറിക്കാൻ എങ്ങും പോകണ്ട, ഒരു പ്രവാചകൻ തേടി പോകണ്ട, നീ എങ്ങും പോകണ്ട. നീ വെളിച്ചമായി മാറിയാൽ മതി. നീ വെളിച്ചമായി മാറുമ്പോൾ ഇരുട്ട് ഓടി ഒളിക്കും. നീ അനുഗ്രഹമായി മാറുമ്പോൾ ശാപം മാറിപ്പോകും കേട്ടോ. ആമൻ. പത്രോസ് വാചകമുണ്ട്, ദോഷത്തിന് ദോഷവും സകലവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നാം വിളിക്കപ്പെട്ടതായതുകൊണ്ട് നാം അനുഗ്രഹമായി മാറുമ്പോൾ ശാപം മാറും. ഈ പകൽക്കാലം ഒന്നുകൂടെ പറഞ്ഞാൽ വിഷയത്തേക്ക് വരട്ടെ. ഞാൻ ശാപങ്ങൾ വഴി മാറാൻ പോകയാ. ഇത് രോഗമായിരിക്കാം, അത് നിരാശയായിരിക്കാം, പലതും ചെയ്ത് ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, ഒന്നുമായി തിന്നുപിടിക്കുന്ന, ഒന്നായി കൊന്നുപിടിക്കുന്ന, നീ പ്രാപിക്കുന്ന നന്മകൾ, കയ്യിൽ ലഭിക്കുന്ന ഉയർച്ചകൾ പിന്നെ അത് കാണാൻ കഴിയാതെ അത് വൈദ്യന്മാർക്കും ലോകക്കാർക്കും മരുമരുന്ന് കൊടുത്ത് അന്യതപ്പെടുമ്പോൾ ഈ സ്വർഗം പറയുന്നു, ദൈവം മാറ്റി കുടിക്കാൻ പോകയാ. ആ ശാപങ്ങളെ അനുഗ്രഹമാക്കാൻ പോകയാണ്. ഒരു വാക്യം ഒന്നെടുത്ത് നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാമത്തെ വാക്യവും, ആവർത്തന പുസ്തകം 23-ാം അധ്യായം നോയൽ കണ്ടോ? നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം, ആവർത്തന പുസ്തകം 21-ാം അധ്യായം 3, 4, 5 വാക്യം സാമം വായിച്ചാട്ട്. നിൽക്കണേ സിസ്റ്റർ, നിൽക്കണേ. എനിക്ക് സാമം പോകുന്ന എനിക്കറിയാം, പക്ഷേ ഇവരെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ഒന്നാമത് ഉണങ്ങിയിരിക്കുക. ആവർത്തന 10-ന്റെ 23-ന്റെ 3, 4, 5 വാക്യം ആ സാം വായിക്കുന്നത് വായിച്ചാട്ട്. വായിച്ചോ? നെഹമ്യാവ് 13:2 വായിച്ചോ? വായിച്ചോ?
ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കടന്നു വരുമ്പോൾ അവർക്ക് അപ്പവും വീഞ്ഞും വെള്ളവും കൊണ്ടുവന്നെ പോഷിപ്പിക്കാതെ, കൊടുക്കാതെ, ചെയ്യേണ്ടത് ചെയ്യാതെ, കൃത്യത പാലിക്കാതെ അവരെ ശപിക്കാൻ എന്തോ ഇതറിയാമോ? പൂർവദേശത്തു നിന്ന് ബിലിയാമിനെ കൂലിക്ക് വിളിച്ചു. എന്തിന്? അവരെ ശപിക്കാൻ വേണ്ടി. ഒന്നുകൂടെ പറയാം, ചെയ്യേണ്ടത് ചെയ്യാതെ ശാപമാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത്. നീ ആരാധിക്കുന്നത് ആരാധിക്കാതിരിക്കേണ്ട ശാപമാണ്. ശാപം തന്നെ വലിച്ചു വെക്കുക കേട്ടോ. ഞാൻ വീട് പറയുക, വിശുദ്ധനായ ആരാധിക്കാതിരിക്കുക, ശാപം വലിച്ചു വെക്കുക. നീ ചെയ്യണം. സ്തോത്രം. എത്ര ആരോഗ്യമുണ്ടോ ആരോഗ്യം ദൈവത്തിന് ചിലവാക്കണം. എത്ര സമയമുണ്ട് അസുഖം ദൈവത്തിന് ചിലവാക്കില്ല, ശാപം വലിച്ചു വെക്കുക. ആമേൻ. പറഞ്ഞാൽ വായിച്ചാട്ടെ. അപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഈ സംഭവം സംഖ്യാപുസ്തകം 22 അധ്യായം 1, 2, 3 വാക്യം ഒന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 22 1, 2, 3 വാക്യം. സംഖ്യ ഇസ്രായേൽ അമോര്യരുടെ വാർത്ത സിപ്പോനുമന ബാലാക്കിയോട്ട്. എന്താ ഇസ്രായേൽ മക്കൾ അമോര്യ ചെയ്തത്? എന്താ ഇസ്രായേൽ മക്കൾ അമോര്യ ചെയ്തത്? അത് കേട്ടപ്പോൾ ബാലാക്കിൻ്റെ അകവാള് വെട്ടിപ്പോയി, ഉള്ളിൽ ഭയം തട്ടിപ്പോയി. എന്താ ലെവിൻ ചെയ്തേ? ഈ അമോര്യയുടെ ഇസ്രായേൽ മക്കൾ ചെയ്തത് കൊള്ളാം. എന്തോ ഈ അമോര്യരോട് ഇസ്രായേൽ മക്കൾ ചെയ്തതെന്ന്? എന്തോ അവർ ഓടിച്ചു കളഞ്ഞെന്ന്? അതല്ല. എന്തോ അന്നക്കുട്ടി സ്നേഹ അറിയില്ല, സമയം കളയണ്ട, പറയാം. അമോര്യ ചെയ്ത കാര്യം, ഇസ്രായേൽ മക്കൾ അമോര്യ യുദ്ധമുണ്ടായപ്പോൾ ഇസ്രായേൽ മക്കൾ വിജയം പ്രാപിക്കുക. പക്ഷേ ദൈവം യോശുവോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ പ്രകാശിക്കുന്നു. ഇസ്രായേൽ മക്കൾ പ്രതീക്ഷിച്ച പോലെ അമോര്യരുടെ ജയം എടുക്കാൻ കഴിയുന്നില്ല. അവൻ്റെ യോശുവയ്ക്ക് ഒരു കുണ്ടത, കർത്താവെ പ്രതീക്ഷിച്ച ജയം പ്രാപിക്കാൻ ഒക്കുന്നില്ല, അമോര്യരെ പരാജയപ്പെടുത്താൻ ഒക്കുന്നില്ല, അമോര്യരെ തോക്കാൻ കഴിയുന്നില്ല. ദൈവമേ ഒരു കാര്യം ചെയ്യണം. അവൻ ദൈവത്തോട് ചോദിച്ചില്ല. ഒറ്റവാക്ക്, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര ഞാനൊന്ന് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ നിന്നു. സൂര്യന്മാർ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ പറയട്ടെ, കുഞ്ഞേ, നീ ഭക്തനാണോ വിശുദ്ധനാണോ? ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം അംഗീകരിക്കും. ഒന്നുകൂടെ പറയാം, നീ വിശുദ്ധ വ്യക്തിയാണോ? ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? ദൈവഭക്തനാണോ? എങ്കിൽ നീ ദൈവത്തെ ചോദിക്കണ്ട, ഒന്ന് പറഞ്ഞാൽ മതി. സംഭവിക്കാൻ പോകയാ. നാളെ ഈ നേരത്ത് സമര പരിപാടികൾ കോപമാവും, 2 വേവും വിൽക്കുമെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകയാ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞവിടോടാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ പോകയാ. നീ പറഞ്ഞാൽ ആമേൻ പറയും. ദൈവം പറഞ്ഞിട്ടല്ലെങ്കിലും നീ പറഞ്ഞാൽ നീ ആമേൻ പറയും കേട്ടോ. നീ രോഗി സൗഖ്യമാണെന്ന് പറഞ്ഞാൽ സൗഖ്യം വ്യാപിക്കും. പിന്നെ ഗുണമുണ്ട് കേട്ടോ. പഴം പറഞ്ഞ പോലെ നനത്താൽ പുലിയെ പിടിപ്പം, ടൂസിന് പോയാലും ഞാൻ നനയ്ക്കാൻ മാട്ടാം. ഇല്ല, ഞാൻ പറയത്തില്ല. ഇത് കൃപയൊക്കെ ദൈവം തന്നോട്ടെ, പക്ഷെ ഞാൻ പറയത്തില്ല, വേണ്ടതില്ല. കാരണം മിണ്ടിപ്പോയാൽ ഈ മഹാവരോധന്റെ മക്കളുടെ നേരെ, സ്കേവയുടെ മക്കളുടെ നേരെ ദുരാത്മാവി അടിവിൽ എന്താ കാര്യം പറഞ്ഞു? എന്താ പറഞ്ഞു? പൗലോസും യേശു പ്രസംഗിക്കുന്ന, അപ്പൊലോസും പ്രസംഗിക്കുന്ന യേശു നാമത്തിൽ പോ ഓടി ഓട്ടം. അത് പേടിച്ചവരും പറയാത്തെ. നീ എന്തിനാ പേടിക്കുന്നേ? നീ ആരെന്ന് ബോധ്യമുണ്ടോ? അകത്തൊരു ബോധ്യമുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്,
ഞാൻ പൂർണ്ണനല്ല. ടീച്ചർ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ. ഞാൻ നീതിമാനല്ലെങ്കിലും ഒരിക്കലും കാര്യം അറിയാം, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. ഈ പകൽക്കാലം പൂർണ്ണ ആരുമില്ല. സ്വർഗ്ഗം പോൽ നിർമ്മലമല്ല, ദൂതന്മാർ കുറ്റവാനോ പക്ഷേ നീ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണോ എങ്കിൽ ദൈവത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണോ പറ. സൂര്യ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല. സൂര്യ ഗിബെയോനിലും ചന്ദ്ര അയ്യോന്ന് നിൽക്കെന്ന് പറഞ്ഞാൽ സംഭവിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കാൻ ഈ പകൽക്കാലം യേശു നാമത്തിന് വിടുതൽ വ്യാപരിക്കട്ടെ. രോഗിയെ സൗഖ്യമാണെന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുകയാണ്. ബന്ധനം അഴിയാൻ പോകുകയാണ്. കൂടന്മാർ കാണാൻ പോകുകയാണ്. വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. 1-ാം നൂറ്റാണ്ട് മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിലും ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇത് കേട്ടപ്പോൾ അമോരിയ രാജാവായ ബാലാക്ക് ഭയപ്പെടാൻ തുടങ്ങി. ഈ പകൽക്കാൽ ദൈവങ്ങൾ ഭയപ്പെടുകയാണ്. ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഈ ബാലാക്ക് ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു. നമുക്ക് ദൈവത്തെ പോലും പേടിയില്ല. ദൈവത്തെ പോലും ഉണ്ടോ? കൊള്ളാം. ഇവൻ ആ വാക്ക് പറയാറില്ല. കാരണം പണ്ടൊരിക്കലേ കണ്ണോങ്കി ഉപയോഗിച്ചാലും കൊച്ചവൻ കൂടാ. ഒരു ദിവസം ഒരു ആരാധനയ്ക്ക് വന്ന് എന്നോട് പറഞ്ഞു, പക്ഷെ നിശ്ചിത നേരത്തെ വന്ന് 1 മണിക്ക് എത്തത്തുള്ളൂ, ഒരല്പം നേരത്തെ പോകണം. ഇപ്പം ഞാൻ ആ വാക്ക് പറയാറില്ല എല്ലാവരോടും. നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാൻ പറയും. അന്ന് ഞാൻ ഭയപ്പെട്ടു പോയി കേട്ടോ. എന്നോട് വന്ന് പാസ് അല്പം നേരത്തെ ഒന്ന് പോയി നോക്കുള്ളൂ. ഞാൻ ചോദിച്ചാൽ അച്ഛനൊരു ദൈവത്തിലല്ലേ? അതെ. അച്ഛനോട് പോയിരുന്നു മുട്ടോളി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് കസേരയിലൊന്നും അല്ലെങ്കിൽ തറയിലായിരിക്കുന്നേ. ഇല്ല തറയില്ല തമ്പിസ്ഥാനം ഓർമ്മ കാണും. അച്ഛൻ മുട്ടോളി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ദൈവം എന്താ പറയുമോ അത് വലിയതാന്ന് പറഞ്ഞു. ആരാധന മുടക്കി പകുതിയാകുമ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ കർത്താവെന്ന് ചോദിക്കുമ്പോൾ പൊയ്ക്കോ മോനെ എന്ന് അവൻ പറയുകയാണെങ്കിൽ അച്ഛൻ പൊക്കും. ഇല്ലേ പോകരുതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അച്ഛൻ കല്യാണം അതുണ്ടാകുന്നു തോന്നുന്നു. ഒരു 12:45 12:45 15 മിനിറ്റ് നേരത്തെ പോയുള്ളൂ. അന്ന് ഹോളിൽ തിരിച്ച ഓട്ടോ വന്നു. കൊച്ചമ്മ അച്ഛനും പിടിച്ചോണ്ട് പോയി. 2 പേർക്ക് പോയി. അച്ഛനെ കൊച്ചുകൊണ്ട് പോയി. ശ്രീനഗറിലെ ചെല്ലുന്ന ഇപ്പം പാറയ്ക്ക് കൊച്ചുവഞ്ചാൻ്റെ വീട് ഒരു വളവുണ്ട്. നമ്മൾ അല്പങ്ങൾ വലിയ വളവാണ്. ഇതൊരു വണ്ടി കയറി വന്ന് ഇടിച്ചു, മറിഞ്ഞു. അച്ഛൻ്റെ കൈക്കൊക്കെ അല്പം പൊടിയുണ്ടായില്ല, വേദനയൊക്കെ മൂടിയൊക്കെ ഉണ്ടായി. പിറ്റിയാച്ചോ എന്ന് പറഞ്ഞു, ഇനി മേലെ ഞാൻ പോകത്തില്ല, എന്തു വന്നാലും ഞാൻ പോകത്തില്ല. അന്ന് എനിക്കും അല്പം ഭയം തട്ടി കേട്ടോ. ഒരാരാധന ഇടയ്ക്ക് അലക്ഷ്യമാക്കുമ്പോൾ വരുന്ന ശിക്ഷ, ശാപം വലിച്ചു വെക്കുക. ഇത് ചെറിയ കാര്യമല്ല. എന്തെല്ലാം മുടങ്ങിക്കോട്ടെ, ഞാൻ പറയുമ്പോൾ ഒരു മരണം ഉണ്ടായി പോകണം, പോയൊക്കെയുള്ളൂ. അത് ഒരു കാര്യങ്ങളും പിടിക്കാൻ ആരോഗ്യം തന്നോ അത് ഈ അവസാനം വരിക്കണം. തീ വീണ്, കാട് കത്തിയിട്ട്, കറ്റക്കൂട്ടമോ വിളവോ നശിച്ചു പോയെങ്കിലും കുഞ്ഞിന് ഇരുന്നിട്ട് നടുവേന കൂടിയെങ്കിൽ ദൈവം പരിഹാരം ഉണ്ടായിക്കോളും. നീ വേദനിക്കണ്ട. ആട്ടെ, ഞാൻ വിഷയത്തിൽ വരട്ടെ. അപ്പോൾ ഇസ്രായേൽ മക്കൾ നിമിത്തം ബാലാക്ക് ഭയപ്പെട്ടു. മോവാബ് ഭയപ്പെടുക. മോവാബ് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പോയാൽ കാള വയലെ പുല്ല് നക്കുന്ന പോലെ നമ്മെ നക്കിക്കളയും. നിന്റെ വലിപ്പം നിനക്കറിയാമോ? നിന്റെ പാമ്പ് നിനക്കറിയാമോ? അമ്പലത്തിൽ തകർക്കാൻ മാത്രമല്ല പിടിച്ചെടുക്കാൻ അധികാരം ദൈവം തന്നിട്ടുണ്ട്. പൂർവ്വത കീഴ്മ മരിക്കാൻ അധികാരം തന്നിരിക്കുമ്പോൾ നമ്മൾ പോലും മഴിയുന്നില്ല. എന്താ ഫലം? വിദ്യാഭ്യാസമില്ലാത്ത സാമാന്യക്കാരായ കടൽ മുക്കുവന്മാരായ സാഹസം അറിയാൻ പാടില്ലാത്ത ഒരു വിശേഷതയുമില്ലാത്ത ശിശുമാർ എവിടെ കടന്നു ചെന്നു അവിടെ ഭൂലോകത്തെ കീഴ്മേൽ മരിച്ചു. ഭൂലോകത്തെ കീഴ്മേൽ മരിച്ചെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ കീഴ്മേൽ മരിച്ചെന്നല്ല,
അവിടുത്തെ സംഭവത്തെ അടുത്ത തിരുത്തി മറിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഭൂലോകത്തെ കീഴിലെ മറിക്കാൻ ആ സാധാരണ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ എന്റെ കുഞ്ഞെ നിന്നെ കൊണ്ട് എന്റെ ദൈവത്തിന് കഴിയത്തില്ലയോ? ഈ പകൽ ഉറയ്ക്കാൻ തയ്യാറാകാം. പിശാച് വിറയ്ക്കാൻ പോകയാ, മോവാബെ ഭയപ്പെടാൻ പോകയാ. നീ നക്കി കളയി വന്നാൽ, നീ എവിടെ കാലുകുത്തിയാൽ ഇവിടെ സംഭവിക്കുവന്നാൽ, അവിടെ വിടുതൽ വ്യാപരിക്കുവന്നാൽ ലോകം അറിയട്ടെ. എന്താ ഇന്നൊരു കൺവെൻഷൻ വെച്ച ഒരു വ്യക്തി വരാത്തെ, ഒരു സൗദാക്ക വരാത്തെ? ഒന്നും നടക്കുന്നില്ല. ഞാൻ പറയാം, നമ്മൾ വരത്തില്ലല്ലോ. ഇടയോത്തിന് വരുമോ? അന്ന് നമുക്ക് വലിയ ജോലി ഇല്ല. തടിയുടെ പുറത്തിരിക്കുന്ന ആശാരിയുടെ കൂട്ട് ഈ ആഹാരത്തിന് വിളിക്കുമ്പോഴേ ഈ ആശാരി കൊട്ടം കൂടും. അതുപോലെ നമുക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച വഴി കൊട്ടുകൂടും. അന്ന് കൊട്ടൊത്തിരിയാ. അതുപോലെ കൊട്ട അന്ന് വരും. മാറുകയില്ല. അതുകൊണ്ടാണ് വരാത്ത. ഒന്ന് രണ്ട്, ഒരു ക്യാൻസർ രോഗി വന്നു, നീ പ്രാർത്ഥിച്ചു, സൗഖ്യം പ്രാപിച്ചു. വിളിക്കാൻ ആൾ ഓടി വരും. മുടന്തൻ സൗഖ്യമായി ആൾ ഓടി വരും. അപ്പം നടക്കാത്തത് കൊണ്ടാണ് സംഭവം ആരും വരാത്തത്. ആ നടന്നാൽ ഒരു വ്യക്തി അത് പറയത്തില്ല. പ്രത്യക്ഷമായി അടയാളം ചെയ്ത് സംഭവം ഉണ്ടായാൽ അത് ആരും പറഞ്ഞാണ് സംബന്ധിച്ചാലും അവരൊക്കെ ഓടി വരും കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളായി ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ ദൈവപ്രവൃത്തി വെളിപ്പെടാം ഇവിടെയാക്കിയാൽ അന്താശം ഇളകാൻ പോകുകയാണ്. ഒരു കാര്യം കൂടെ പറയാം. എന്തുകൊണ്ടായി വിലക്ക് കൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് വിലക്കുന്നത്? പള്ളിക്കാർ, അച്ഛന്മാർ, പുരോഹിതന്മാർ വിലക്കുന്നത്. അവർക്കറിയാം ഇവർ വല്ലതും നടക്കും. ഇവർ നമുക്കത് ഉറപ്പില്ലെങ്കിൽ അവർക്ക് ഉറപ്പുണ്ട് കേട്ടോ. ഇവർ വല്ലതും നടക്കും, ഒരു പ്രാർത്ഥന സൗഖ്യമാകും. ഇവരെ പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ടായി തർജ്ജം ചെയ്യുന്നത്. നമുക്ക് ഓർമ്മയില്ലെങ്കിൽ, നമുക്ക് ഉറപ്പില്ലെങ്കിലും അവർക്ക് ഉറപ്പുണ്ട്. പിശാച് വിറയ്ക്കുക, നിന്നെ കണ്ട് വിറയ്ക്കുക. ഈ പകൽക്കാരൻ എന്നെ കണ്ട്, അഭിഷക്തന്മാരെ നിങ്ങളെ കണ്ട് പിശാച് വിറയ്ക്കുകയാ. നിനക്ക് പറയില്ലെങ്കിലും, നിനക്ക് ബോധ്യമില്ലെങ്കിലും നിന്നെ പിശാച് വിറയ്ക്കുകയാ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നീ വിറയ്ക്കണ്ട. ഈ പകൽക്കാരൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ കഴിവ് മനസ്സിലാക്കുക. ആരെന്ന് മനസ്സിലാക്കുക. ഈ ആനയ്ക്ക് എന്തിലോ മൃഗരോഗം എന്തുമില്ല. പക്ഷെ എന്താണ് സംഭവം എന്നറിയാമോ? ഈ ആനയുടെ കണ്ണ് ചിലർ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന പോലെ, അത് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴേ ഉള്ളൂ. അതാ വേറൊരു പ്രത്യേകത. വീട്ടിൽ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, കണ്ട് വെള്ളക്കാണ് പോലെ ഇരിക്കും. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എൻ്റെ കൊച്ചു കണ്ണ്. ഈ ആനയുടെ തടിക്ക് വശത്ത് കണ്ണുണ്ടായിരുന്ന എന്തുവാ? ഒന്ന്. രണ്ട്, ഈ കൊച്ചു കണ്ണുള്ളെങ്കിൽ പോലും ആനയെ മറിച്ച് മുറം മാതിരിയുടെ ചെവി. ഈ കൊച്ചു കണ്ടുകൊണ്ട് ഒടുവിൽ കാണാൻ കഴിയാത്ത തരത്തിൽ മുറം പോലെ ഈ കണ്ണിൻ്റെ കാഴ്ചയെ മറച്ചുകൊണ്ട് ചെവി. അപ്പം ഈ ആനയ്ക്ക് ആനയാരെന്ന് അറിയത്തില്ല. ഇതുപോലെ നമ്മിൽ പലരും നാം ആരാന്നറിയത്തില്ല. അവിശ്വാസം മുറം കൊണ്ട് മൂടിയിരിക്കുകയല്ലേ? വിശ്വാസം കണ്ടു തുറക്കാൻ കഴിയാതെ അന്ധകാരം മൂടിയിരിക്കുകയല്ലേ? ഇപ്പൊ നീ തിരിച്ചറിഞ്ഞ് നീ കാക്ക കുഞ്ഞല്ല, നീ കഴുകൻ കുഞ്ഞാ. നീ കാമൻ ബാലസിംഹമാണ് കേട്ടോ. നീ ആരും തിരിച്ചറിയണം. മഹാരാജന്റെ സന്തതിയാണ് നാമം. സ്വർഗത്തിന് മുമ്പിൽ സകലാധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അടിച്ചത് കർത്താവിന്റെ സന്താന പരമ്പരയാണ് നാമം. പിതാവായ ദൈവത്തിന് മുമ്പിൽ പുത്രൻ നമ്പുരാന് എത്ര അവകാശമുണ്ടോ അതുകൊണ്ട് അവകാശം തന്നിരിക്കുകയാണ്. അതെ, നാം മക്കളും അവകാശികളുമാണ്. കർത്താവ് യേശുവിന് എത്ര അവകാശം സ്വർഗത്തിലുണ്ടോ അത് അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് അന്യന്മാർ പരദേശവും അല്ല, നാം മക്കളാണ്, അവകാശികളാണ്. പിതാവായ ദൈവത്തിന് മുമ്പിൽ പുത്രനെ പോലെ കൊണ്ട്. അതുകൊണ്ടാണ് യേശു എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും ഒന്ന് പറ, അധികം ചെയ്യും. ഈ ഉറപ്പുള്ളത് കൊണ്ടാണ്. ആട്ടെ, ഞാൻ വിഷയത്തിൽ കേട്ടെ. അപ്പോൾ ബാലാക്ക് വെമ്പി ഭയപ്പെട്ടു. എന്തു അറിയാമോ? ഒറ്റ പരിപാടി കണ്ടു. പരിപാടി ബലിയാവുന്ന ഉപദേശിയുണ്ട്. അവൻ പറഞ്ഞത് നടക്കും. അവന് കൈക്കൂലിയോ കൊടുത്തു. ഈ മോഹന വാഗ്ദാനം ചെയ്തു. എന്താ വാഗ്ദാനം? നിന്റെ വീട് നിറച്ച്
എൻ്റെ ചിന്ത പണ്ടത്തെ ദേവദാസന്മാരല്ലേ ഓലക്കുടിലും ചെറ്റപ്പറയും മണ്ണ് തേച്ച വീടും കരി തളിച്ച വീടും താണകമൊഴി തറയും ഒക്കെ ആയിരിക്കാം. പണ്ടൊക്കെ അങ്ങനെ. ഇപ്പം ഇന്നത്തെ ടെറസിട്ട വീടും കൊണ്ടുവന്ന എത്ര വീടുകളുണ്ട്? ഇന്നത്തെ ടെറസിട്ട വീടും കൊണ്ട് എത്ര വീടുണ്ടെന്ന് കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ വീടുകളും ആരും അങ്ങനെ പറഞ്ഞവരല്ല, ഈ പറഞ്ഞ രീതിയിലാണ്. ആ സമയത്താണ് ബാലാക്ക് രാജാവാ ഒരു വാഗ്ദാനം. നാരാരം മുടക്കിയാൽ, ഈ കല്യാണത്ത് വന്നാൽ, ഈ കൂട്ടായ്മ മുടക്കിയാൽ എനിക്ക് പൊന്നും വെള്ളിയും തരാം. വീട് നിറച്ച് കുഞ്ഞേ, വീട് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നും കിട്ടിയില്ലെങ്കിലും ആമേൻ. വിലയാൻ പറഞ്ഞു, ബാലാക്ക് വീട് നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ദൈവകൽപ്പന വിട്ട് ദൈവാരാധന വിട്ട് ഇടത്തോട് മാറത്തില്ല. വാഗ്ദാന പെരുമഴ. പത്തയില് കച്ചവടക്കാര് റിഡക്ഷൻസിന് വർഷം കൊടുക്കുന്നു. വാഗ്ദാന പെരുമഴ. എന്നിട്ടോ കൈക്കൂലിയും കൂടെ കൊണ്ടുവന്നു. സിമയോൻ പത്രോസിന് പുറകെ കൂടെ കൈക്കൂലി കൊടുത്ത പോലെ പ്രശ്നദർശനയുമായിട്ടാണ് വന്നേക്കുന്നത്. അത് കാണും ഒരു കെട്ട്. എന്തായാലും അത് വാങ്ങിച്ചപ്പോഴാണ് ഈ അകത്തെ ഈ അങ്കലാപ്പം, അകത്തെ ചിന്ത പോണം. ഇത്ര ഈ പോകുന്നതിനും ഇത്രയും കിട്ടിയെങ്കിൽ പോയി കഴിഞ്ഞപ്പോൾ എന്തുമായിരിക്കും സ്ഥിതി? അതുകൊണ്ട് കർത്താവേ പൊയ്ക്കോട്ടെ, കർത്താവേ കല്യാണത്തിന് പൊയ്ക്കോട്ടെ, കർത്താവേ അടുത്ത കുഞ്ഞവരാച്ചൻ്റെ കല്യാണത്തിന് പൊയ്ക്കോട്ടെ, കർത്താവേ പൊയ്ക്കോട്ടെ. എത്ര പറഞ്ഞു പോകണ്ടെന്ന് ദൈവങ്ങൾ പോകാൻ പറഞ്ഞു. പക്ഷേ അവൻ വന്നു, യാഗപീഠം പണിതു, ശപിക്കാൻ വേണ്ടി യാഗപീഠം പണിതു. പക്ഷേ ദൈവം പറഞ്ഞു, ആ ജനം എൻ്റെ ജനമാ. കുഞ്ഞെ, നിന്നെ ശപിക്കാൻ വേണ്ടി എത്ര ആവർത്തി അമ്പത് കരുക്കൾ നീക്കി തലമുറയെ ശപിക്കാൻ, ബുദ്ധിയെ മന്ദിയെ ഉപയോഗിപ്പിക്കാൻ, നന്മയെ തടഞ്ഞു വയ്ക്കാൻ എത്ര ആവർത്തി ശത്രു അവൻ അപ്പോൾ അവന് ഉപായ രേഖതയാക്കി. പക്ഷേ ദൈവം കൽപ്പിച്ചു, തൊട്ടുപോകരുത് രാജായ യാക്കോബിനെ തൊട്ടുപോകരുതെന്ന് ദൈവാത്മാവ് ദൈവം ലാബാൻ പറഞ്ഞതുപോലെ ദൈവം കൽപ്പിക്കുന്നതുകൊണ്ടല്ലേ ശാപിക്കപ്പെടാഞ്ഞത്. ബാലാക്ക് ബിലയാൻ പറഞ്ഞതിന് വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ച സമയം പോകുന്നു. ബിലയാൻ പറഞ്ഞ കാര്യം ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം. ജാതിയുടെ കൂട്ടത്തിൽ ഒന്നാം തനിച്ചു പാർക്കുന്ന ജനം. വേർപാടുണ്ടോ കുഞ്ഞേ? കോളേജിൽ പോകുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നത് കുഴപ്പമുണ്ട് അവരെ കുറിച്ച്. മറ്റു വിധത്തെ കാര്യം പറയാം. വീട്ടിൽ വരുമ്പോൾ പൊട്ടുമില്ല, കമ്മലുമില്ല, പക്ഷെ പുസ്തകങ്ങളുടെ വല്ലപ്പോഴും നോക്കണം. കോളേജിൽ പോകുമ്പോൾ പുസ്തകത്തിനകത്ത് പൊട്ടും, ബാഗിനകത്ത് മറ്റു പലത്. പക്ഷെ അനുഗ്രഹിക്കപ്പെടത്തില്ല. തനിച്ചു പാർക്കുന്ന ജനം. നീ വേർപാട് പാലിക്കണം, തികഞ്ഞു വേർപാട് പാലിക്കണം. നാടോട് നടുവി ഓടാനല്ല. വക്രതലമുറയിൽ അന്യനായി പരമാവധി വിശുദ്ധി പാലിച്ചാൽ ശാപം ഫലിക്കത്തില്ല. ഒന്ന്. രണ്ട്, അവർ രാജാവ് ഒരു നടുവിലുണ്ട്. വേർപാടുണ്ടോ? രാജാവ് നടുവിലുണ്ട്. കോലാഹലം, കോലാഹലമുണ്ട്. വേർപാടുണ്ടോ? രാജാവ് നടുവിലുണ്ട്. കാട്ടു തുല്യ ബലവാർക്കുണ്ട്. എന്താ ബലം കിട്ടാൻ കാര്യം? ഇപ്പം വേർപാട് പാലിക്കുന്നവനാ. രാജാവ് കൂടെ ഉണ്ട്. രാജാവുള്ള ബലമുണ്ട്. കാട്ടുപോതും ഇല്ലേ ആ ബലം. ഈ ജന്തുലോകത്ത് ഏറ്റവും വില കാട്ടുപോത്തിനാണ് കേട്ടോ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ കാട്ടുപോത്തിന് കൊമ്പുകൾക്കിടെ ഇതിന് കുത്തലുള്ളതെന്ന്. കാട്ടുപോത്ത് ഒറ്റ കുത്തിയാൽ ദൂരെ എറിഞ്ഞു കളയും. എത്ര പേര് മരിച്ചു അങ്ങനെ കാട്ടുപോത്തിന് കുത്തേറ്റ്. കാട്ടുപോത്തിന് കൊമ്പ് തനിച്ചു വാർക്കുന്ന ദൈവം എന്തോ കാട്ടുപോത്ത് എത്ര വലിയ ബലമുണ്ട്. ഒരു അന്തകാശം നിൽക്കത്തില്ല. നെഹമ്യാ 11:2 ഒന്നും വായിച്ചേ. നെഹമ്യാ 11 നിർത്താൻ പോവുക. പിന്നെ അതെപ്പോഴും ഓർക്കാം. നെഹമ്യാ 11:2 മടക്കി.
എങ്കിലും നമ്മുടെ ദൈവമായ യഹോവ ആ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തു. കുഞ്ഞിനെ ശാപങ്ങൾ വഴിമാറി കഴിവുകൊണ്ടല്ല, ദൈവകൃപ കൊണ്ടാ. മാറാൻ പോകുക. ഈ പകൽക്കാലത്തെ ശാപങ്ങൾ വഴിമാറാൻ പോകുക. നമ്പുകാർ പോലെ വഴിമാറാൻ പോകുക. തലബുദ്ധിയെ കെട്ടിരുന്ന പോരാട്ടങ്ങൾ വഴിമാറാൻ പോകുക. നന്മ ഇല്ലാതാക്കുന്ന നീ എത്ര അധ്വാനിച്ചിട്ടും പകൽ മുഴുവൻ വീശിയിട്ടും രാത്രി മുഴുവൻ വീശിയിട്ടും ഒന്നും പിടിക്കാൻ കഴിയാതെ ഒഴിഞ്ഞ പടകും നിരാശയുടെ വലിയമായി ജീവിതം മാറുന്നെങ്കിൽ ആ ശാപം മാറാൻ പോകുക. ഇപ്പൊ ആരാധിക്കാൻ തയ്യാറാകാം. രാജാവിനെ ഉയരട്ടെ, ദൈവത്തെ സൂചിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ശാപം വഴിമാറാൻ പോകുകയാണ്. കുഞ്ഞെ മിണ്ടാതിരിക്കരുത്. നിന്റെ സമയമായപ്പോൾ ഇപ്പൊ നിന്റെ സമയമാ. ശാപം വഴിമാറാൻ പോകുക. അല്ലെ മോട്ടേക്കായി നിനക്ക് പോരാടിയ വിരോധകൽപ്പം മാറാൻ അറിയാൻ പോകുക. നിന്റെ കഴിവല്ല, ദൈവത്തെ കൈ തന്നെ. ദൈവം എന്താ നീ അറിയാൻ പോകുകയാണ്. നീ അറിയാൻ പോകുകയാണ്. നീ സൗഖ്യപ്പെട്ട് അറിയാൻ പോകുകയാണ്. വെളിവെന്ന് അറിയാൻ പോകുകയാണ്. നീ ദൈവത്തെ അറിയാൻ പോകുകയാണ്. ദൂര പ്രൗഢ ബമ്പ ബാല കട്ടാതിവനം ചാലകടം അക്ബർ കമല സംതകരം തറബറാണ്ടസ് ദുഡാരഗജന ദിജായാരാ ദിഖാബാബ ദുഡാബശകലറബ ദുഡാബശപബ. ഇതുവരെ പോരാട്ടങ്ങൾ വഴി മാറാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ രാജവനെ ഉയരട്ടെ, രാജവനെ ഉയരട്ടെ. ഇവിടുത്തെ വ്യാപരിക്കട്ടെ, സത്യാനെ വെളിപ്പെടട്ടെ, ഇവ ഒരിയപ്പെടട്ടെ. തലവനെ ബന്ധിക്കുന്ന ഊത്തിയ മന്ദിയൊക്കെ പോരാടി മാറട്ടെ. യോഗ്യം പ്രാപിക്കണപ്പോ ദുരബല വരബല അവാക്കിനോട് പറയും, യഹോവേ നിന്റെ അറിയാൻ കഴിവല്ല, നീ ചെയ്തത് അവർ അറിയട്ടെ. പരാജയങ്ങൾ ഞാൻ ജീവിതങ്ങൾ കാണാൻ പോകെ, ദൈവം വെളിപ്പെടാൻ പോകെ, അവർ ഭയപ്പെടാൻ പോകെ, അടയ്ക്കാൻ പോകെ. പൂർണ്ണ മാറിയിരിക്കുക, രോഗ സൗഖ്യമായിരിക്കുക, ശാപം മാറിയിരിക്കുക, ഉയർച്ച മാറിയിരിക്കുക, പരാജയമായി മാറിയിരിക്കുക. അല്ലേ പറഞ്ഞാട്ടെ ഒന്നുകൂടെ ഒന്നുകൂടെ. ഹല്ലേലൂയ.